പ്രേമ, ഈ അയർലൻഡുമായിട്ടുള്ള മത്സരം 2020 2 കളിയും തോറ്റു. അയർലൻഡിനെ ഒരു എന്താ പറയുക, കുഞ്ഞന്മാരെന്ന് വേണമെങ്കിൽ പറയാം, കുഞ്ഞൻ ടീമെന്ന് വേണമെങ്കിൽ പറയാം. 2020 ഏകദിനം ലോകകപ്പ് നേടിയ ടീമാണ് ഇന്ത്യൻ ടീം. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഈ തോൽവിയെക്കുറിച്ച് എന്താണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഈ സ്പോർട്സ് ലോകത്തും പറയുന്ന വാർത്തകൾ? കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മറ്റേ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല ഒന്ന്. പിന്നെ വൈഭവ് സൂര്യവംശി സഞ്ജുവിൻ്റെ അന്തകനാകുമോ? പിന്നെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി. ഇത് മൂന്നുമാണ് സജീവ ചർച്ചാ വിഷയം. കൂട്ടത്തിൽ ഒരാൾ ഈ തോൽവിയുടെ ഇടയിൽ സ്കൂട്ടാകുന്നുണ്ട്, അത് തിലക് വർമ്മയാണ്. തിലക് വർമ്മയുടെ കാര്യം നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് വൈഭവ് സൂര്യവംശിയെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം കഴിഞ്ഞ IPL ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരമാണ്. ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റിൽ അത്രയും റൺസ് അടിച്ച് കൂട്ടുക വെറും 15 വയസ്സുള്ള അത്ഭുത ബാലൻ, ആ പേരിനോട് നീതി പുലർത്തിയ കക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ടീമിലോട്ട് എടുത്തപ്പോൾ നമ്മളെല്ലാവരും, ക്രിക്കറ്റ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചത് ഒരു രാജകീയമായ അരങ്ങേറ്റം ഉണ്ടാകും. അതൊരു ചരിത്രമാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ചെറുപ്രായത്തിൽ അരങ്ങേറി അദ്ദേഹം എവിടെ വരെ എത്തി, അപ്പം മറ്റൊരു ഇതിഹാസ പിറവി നടക്കാൻ പോകുന്നു എന്ന തരത്തിലാണൊക്കെ ചിത്രീകരിക്കപ്പെട്ടത്. അങ്ങനെയുള്ള വൈഭവ് സൂര്യവംശിയെ നിങ്ങൾ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആ ചെറുക്കനെ പിന്നെ എന്തിനാണ് വലിയ ആശ കൊടുക്കുന്നത്? വെറുതെ ടീമിലെടുത്തിട്ട് നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ അവിടെയാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ നിലപാട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ ടീം ലോകകപ്പ് നേടിയ ടീമാണ്. അപ്പോൾ അവരോട് നമുക്കൊരു കടപ്പാട്, ഒരു ബാധ്യതയില്ലേ? ഇപ്പോൾ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ മൂന്നും ഓപ്പണർമാരാണ്. അവരെ 3 പേരെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇഷാൻ കിഷൻ മൂന്നാമതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരേണ്ട ആവശ്യകത എന്തായിരുന്നു? അതാണ് പ്രധാന ചോദ്യം. കാരണം ഇദ്ദേഹത്തെ വൈഭവ് സൂര്യവംശിയെ ഓപ്പണർ എന്നല്ലാണ്ട് വേറെ ഒരു സ്ലോട്ടിലേക്കും പരിഗണിക്കാനൊക്കില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കേളി ശൈലി അതാണ്. കിട്ടുക, തല്ലുക. അതായത് പവർ പ്ലേ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു 6 ഓവർ പവർ പ്ലേ, അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു കളിക്കാരനെന്ന നിലയിൽ വൈഭവ് സൂര്യവംശിയെ ഓപ്പണറാക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അദ്ദേഹം ഇതുവരെ കളിച്ചു വന്ന സ്ലോട്ടും അത് തന്നെയാണ്, ഓപ്പണറാണ്. അപ്പോൾ ആരെയാണ് നിങ്ങൾ പുറത്തിരുത്തുക? അഭിഷേക് ശർമ്മയോ അതോ സഞ്ജു സാംസണെയോ? സഞ്ജു സാംസൺ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ഒരു കളിക്കാരനാണ്. അതായത് നമ്മൾ ഈ മേളം, ചെണ്ടമേളം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ ഒരാൾ മറ്റേ കൊട്ടുമ്പോൾ ഒരാൾ ഒറ്റച്ചെണ്ടയെ കൊട്ടുള്ളൂ. അപ്പോൾ ഓപ്പണർമാരെന്ന് പറയുന്നത് 2 പേരും ഒരേ ശൈലിയിൽ കളിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ അതൊരു ഇതായിരിക്കും, ഒരു ഗാംബ്ലറാണ്. ഒന്നുകിൽ ടീം വലിയ സ്കോറിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു കൂട്ടത്തകർച്ച തുടങ്ങും. കാരണം അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഒരേ ശൈലിയിൽ കളിക്കുന്നവരാണ്. 2 ലെഫ്റ്റ് ഹാൻഡർമാരാണ്, ഒരേ ശൈലി പിന്തുടരുന്നവരാണ്. കിട്ടുക, അടിക്കുക, ഒന്നെങ്കിൽ പുറത്താകും അല്ലെങ്കിൽ വലിയ കൂറ്റൻ സ്കോറിലേക്ക് പോകും. ഇതാണ് 2 പേരുടെയും ശൈലി. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ 2 പേര് ആരെങ്കിലും ഒരാളെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. സഞ്ജുവിന്റെ കാര്യം അവിടെ സേഫ് ആണെന്നാണ് എൻ്റെ പക്ഷം. കാരണം സഞ്ജു ഒരു വലങ്കയനാണ്, ഒരു ഇടങ്കൈ വലങ്കൈ ഓപ്പണർ റോളിലുണ്ട്. ഏറ്റവും ഫീൽഡർമാർക്ക് പാടായിരിക്കും. അതെ, അത് മാത്രമല്ല സഞ്ജു ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഒരു എൻഡിൽ വിക്കറ്റ് പോയാലും സഞ്ജു ക്രീസിലുണ്ടെങ്കിൽ ടീം സേഫ് ആണ്. അപ്പോൾ സൂര്യവംശിയെയും അഭിഷേക് ശർമ്മേനെയും ഒരേപോലെ ഓപ്പണറാക്കുക ആത്മഹത്യാപരമാണ്. അപ്പോൾ അവിടെ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണമെങ്കിൽ അഭിഷേക് ശർമ്മേനെ പുറത്തിരുത്തേണ്ടി വരും. ഇന്ത്യ സമീപകാലത്ത് കണ്ടെത്തിയ ഏറ്റവും വലിയ ടാലന്റുകളിലൊന്നാണ് അഭിഷേക് ശർമ്മ. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കൽപ്പുള്ള കളിക്കാരനാണ്. ഈ സൂര്യവംശിയേക്കാൾ വിശ്വസ്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം അഭിഷേക് ശർമ്മ. സൂര്യവംശി മറ്റേ ഇതാണ്, ഈ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, മറ്റേ ലോട്ടറി എടുക്കുന്ന ലാഘവത്തോടെ വേണം കളിപ്പിക്കാൻ. പക്ഷേ അഭിഷേക് ശർമ്മ അങ്ങനെയല്ല, കുറേ കൂടി ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ 3 പേർ ഉറപ്പായിട്ടുള്ളപ്പോൾ അവർക്ക് സമ്മർദ്ദം കൊടുക്കുക എന്നല്ലാണ്ട് വൈഭവ് സൂര്യവംശിയെ ടീമിലെടുത്തത് കൊണ്ട് ഒരു പ്രയോജനവും ടീമിനില്ല. കാര്യം ഈ വൈഭവ് സൂര്യവംശിയെ പോലൊരു വാർത്താ താരം, ഗ്രൗണ്ടിൽ അദ്ദേഹം എങ്ങനെയാണെന്ന് നമുക്കിതുവരെ അറിയില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഗ്രൗണ്ടിൽ അദ്ദേഹം ഏത് രീതിയിൽ കളിക്കുന്ന ഒരു വാർത്താ താരമാണ്. മറ്റേ ഇന്ത്യ എക്കെതിരെയുള്ള മത്സരത്തിൽ ഫൈനലിൽ നന്നായിട്ട് കളിക്കുകയും ചെയ്തു, സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം നിലവിലൊരു വാർത്താ താരമാണ്. ഗ്രൗണ്ടിൽ ഒരു 15 വയസ്സുകാരൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? പക്വതക്കുറവിന്റെ ലക്ഷണങ്ങൾ, അതെ, പക്വതക്കുറവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തൊരു താരം അദ്ദേഹം ഒരു വാർത്താ താരം മാത്രമാണ്. അപ്പോൾ ഒരു വാർത്താ താരം
ഗാലറിയിൽ അല്ലെങ്കിൽ റിസർവ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഈ 3 താരങ്ങൾക്കും സഞ്ജുവിനായിക്കോട്ടെ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഇവർക്ക് 3 പേർക്കും അവരവരുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടാക്കുക മാത്രമാണ് സൂര്യവംശിയെ ടീമിലെടുത്തതിലൂടെ സാധിച്ചത്, സെലക്ടർമാർക്ക് സാധിച്ചത്. ഒന്നുകിൽ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒഴിവാക്കണമായിരുന്നു. അത് സാധിക്കത്തുമില്ല, അത് പറ്റില്ല. കാര്യം ലോകകപ്പ് നേടിക്കൊടുത്തൊരു ടീമിലെ 3 പേരും നിർണായക സംഭാവന നൽകിയവരാണ്. അവരോട് നന്ദികേട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെയ്താൽ തന്നെ അതിനെ ഏത് രീതിയിൽ ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റും? അതും പറ്റില്ല. അപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ സെലക്ഷൻ തന്നെയാണ് പ്രശ്നം. ഇനി അദ്ദേഹം ഈ 1-ാം തീയതി മുതൽ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള T20 പരമ്പരയിലും ടീമിലുണ്ട്. അവിടെയും ഇതേ പ്രശ്നം തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ അയർലൻഡ് പോലെയുള്ള ഒരു കുഞ്ഞൻ ടീമിനെതിരെ ബാറ്റിംഗ് ലൈനപ്പ് തകർന്നുപോയി. അവിടെ ഇപ്പോൾ സഞ്ജു മാത്രമാണ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ സഞ്ജുവിനെ മാത്രം ബലിയാടാം. കാര്യം ചരിത്രം അതാണ്. സഞ്ജുവിനെ മാത്രം ബലിയാടാക്കി അവർ മാനേജ് ചെയ്യും. കാര്യം സഞ്ജു പോയാൽ ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കളിയിൽ സഞ്ജുവിന് പകരം ഇഷാനാണ് വിക്കറ്റ് കീപ്പ് ചെയ്തത്. പക്ഷേ ഇവിടെ പറ്റുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ കോമ്പിനേഷൻ തന്നെ തുടരേണ്ട വരും. ഇംഗ്ലണ്ടിനെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലും സൂര്യവംശി ബെഞ്ചിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത. കാരണം ലോകകപ്പ് നേടിയ ടീമിനെ 2 മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ അതത്ര ഡൈജസ്റ്റീവ് അല്ല, അത്ര എളുപ്പവുമല്ല. അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. സൂര്യകുമാർ യാദവ് അദ്ദേഹം ഫോം ഔട്ടാണ് സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം ഒരു പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല, ലോകകപ്പ് അടക്കം. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ശ്രേയസ് അയ്യരെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രേയസ് അയ്യർ നല്ല ക്യാപ്റ്റനൊക്കെ തന്നെയാണ്. IPL നല്ല ക്യാപ്റ്റൻസി റെക്കോർഡുണ്ട്. പക്ഷേ 2023 ഇന്ത്യൻ ടീമിൽ അദ്ദേഹം T20 കളിക്കുന്നത്. അത്രയും ഒരു 2 വർഷത്തിലധികം ഗ്യാപ്പ് ഉണ്ടായതിനു ശേഷം നേരെ ടീമിൽ വരുന്ന ക്യാപ്റ്റനായിട്ടാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അത്ര വലിയ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ക്യാപ്റ്റൻസി തെളിയിക്കണം. പക്ഷേ ബാറ്റിങ്ങിൽ അമ്പേ പരാജയം, ടീം ഈ കുഞ്ഞൻ ടീമിനോട് തോറ്റു പരാജയപ്പെടുന്നു. അപ്പോൾ അതിനെന്ത് പറഞ്ഞ് ന്യായീകരിക്കും? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള അടുത്ത പരമ്പര ഒരു പക്ഷേ ശ്രേയസ് അയ്യർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. ആ പരമ്പരയിൽ ഈ 3 ടൂർണമെന്റിലും ക്യാപ്റ്റനായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതെ. ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം ക്യാപ്റ്റനാണ്. ആ പരമ്പരയിലും ഇന്ത്യക്ക് പരാജയം സംഭവിക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർക്ക് പോലെ അവിടെ വേറൊരാളെത്തും. അദ്ദേഹത്തിന്റെ പേര് ശുഭ്മാൻ ഗിൽ എന്നായിരിക്കും. അങ്ങനെ ഇന്ത്യ ആ ഒരു പരീക്ഷണ പരിപാടി നിർത്തിവെക്കും. 3 ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റൻ എന്ന അവസ്ഥയിലേക്ക് പഴയ ഫോർമാറ്റിലോട്ട് തന്നെ മടങ്ങി വരാതെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരും. ഇനി ഈ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിൽ നൈസായിട്ട് സ്കൂട്ടായി പോയൊരു കക്ഷിയാണ് തിലക് വർമ്മ. അദ്ദേഹം എനിക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു എന്താ പറയുക മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, നല്ലൊരു മിഡിൽ ഓർഡർ മാത്രമല്ല എതിരാളികളെ തച്ച് തകർക്കുന്ന ഒരു ബാറ്ററാണ്. പക്ഷെ കഴിഞ്ഞ കളിയിൽ എന്താണ് ടീം കൂട്ടത്തകർച്ച നേരിടുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ 48 49 പന്ത് കളിച്ച് 53 റൺസ് അടിക്കുന്നു. ടീം 1 റണ്ണിന് തോക്കുന്നു. അതും തിലക് വർമ്മ നിലവിൽ വൈസ് ക്യാപ്റ്റനാണ്. ഒരു വൈസ് ക്യാപ്റ്റൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സമ്മതിക്കുന്നു. കുറച്ച് തുടക്കത്തിലെ കുറേ വിക്കറ്റുകളൊക്കെ പോയി. എന്നിരുന്നാലും ആ 1 റണ്ണിൻ്റെ തോൽവിയും ഈ തിലക് വർമ്മയുടെ ആ ബാറ്റിങ്ങും. തിലക് വർമ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതേ പരിപാടിയാണ് തുടരുന്നത്. ശ്രീലങ്ക എക്കെതിരെയുള്ള ഫൈനലിലടക്കം വൈഭവ് സൂര്യവംശി ഓപ്പണറായിട്ട് ടച്ച് തകർത്ത് പോയപ്പോൾ അവിടെ സ്കോർ പ്രഡിക്ഷൻ വന്നത് 900 റൺസാണ്. ആ രീതിയിൽ തന്നെ കളി തുടർന്നെങ്കിൽ 900 റണ്ണെങ്കിലും അടിക്കാമായിരുന്നു എന്നുള്ളതാണ്. പോട്ടെ 900 വേണ്ട, ഇപ്പം 400 അടിക്കുന്നതൊന്നും ഇത്ര വലിയ സംഭവമല്ല ഇപ്പോൾ ഏകദിനത്തിൽ പുതിയ ശൈലിയിൽ. എന്നിട്ടും ടീം പോയത് ഏതാണ്ട് 370 താഴെ റണ്ണിലാണ്. ആ സമയത്ത് തിലക് വർമ്മ ക്രീസിൽ വന്നിട്ട് കളിച്ചത് എന്താ പറയുക, ഒരു 90 കളിലെ വൺ ഡേ ക്രിക്കറ്റാണ് കളിച്ചത്. ഏതാണ്ട് 93 പന്തിൽ നിന്ന് 70 സംതിങ് റണ്ണ്. അപ്പോൾ ആ രീതി എന്താ ഇപ്പോൾ തിലക് വർമ്മയ്ക്ക് പറ്റുന്നതെന്നറിയില്ല. ഏതായാലും അദ്ദേഹവും കഴിഞ്ഞ കളിയിൽ തോൽവിക്ക് വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വരാൻ പോകുന്ന പരമ്പരയിൽ ഉണ്ടല്ലേ. വൺ ഡേ പരമ്പരയുണ്ട്, ടെസ്റ്റും ഉണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ ടീമിലോട്ടുള്ള വരവ് അത് ഒന്നുകിൽ ആ പയ്യനെ കളിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവരണമായിരുന്നു. അല്ലാതെ വെറുതെ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ മറ്റേ എന്താ പറയുക കുഞ്ഞിക്കൂനൻ സിനിമയിൽ നമ്മുടെ സലിംകുമാറിനോട് കൊച്ചിൻ ഹനീഫ് പറയും ഇരിക്കട്ടെ ഇതൊരു ഭംഗിക്ക് എന്ന് പറയുന്ന പോലെ വെറുതെ കൊണ്ട് വെച്ചതാണെങ്കിൽ അത് ഈ 3 കളിക്കാർക്ക് അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പരിപാടിക്കപ്പുറം യാതൊരു ഗുണവും ചെയ്തിട്ടില്ല. ഇനി ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 15 വയസ്സിൽ അരങ്ങേറി
എന്നൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒരു ലാഘവ ബുദ്ധിയുടെ കൈകാര്യം ചെയ്തെങ്കിൽ ഈ പരമ്പര തോൽവിയുടെ കാര്യം ലോകകപ്പ് നേടിയ ശേഷം ടീം ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പരയാണ്. അത് അയർലൻഡ് പോലെയുള്ള ഒരു ചെറിയ ടീമിനോട്. ആ ടീമിനോട് ഇത്ര പരാജയപ്പെട്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ടീമിനേക്കാൾ ഉപരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച BCCI സംഘാടക സമിതിക്കാം. സെലക്ടർമാർക്കും കൂടെയാണല്ലേ.